നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത് രൂക്ഷ വിമർശനം. സമഗ്ര പരിശോധന നടത്താനാണ് സിപിഎം തീരുമാനം. തുറന്ന അഭിപ്രായം പറയാനായി ഇടം ഒരുക്കണമെന്നാണ് സിപിഎം യുവ നേതാക്കളുടെ ആവശ്യം. അടിയന്തര LDF യോഗം ഇന്ന് AKG സെന്ററിൽ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിക്ക് ശേഷം ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിലെ സമഗ്ര മാറ്റത്തിന് നിർദ്ദേശം നൽകിയത്. ഇന്നലെ 13 മണിക്കൂറോളം നീണ്ടുനിന്ന സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി ചർച്ച ചെയ്തു. സിപിഎം ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള എല്ലാ നേതാക്കളും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും തുറന്ന അഭിപ്രായ പ്രകടനത്തിന് വേദി ഒരുക്കണമെന്നാണ് യുവനിര ആവശ്യപ്പെട്ടത്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും അണികളിൽ നിന്നും തിരുത്തൽ നടപടികളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ച പ്രവർത്തന ശൈലിയിൽ ആവശ്യമായ മാറ്റം വരുത്താനാണ് തീരുമാനം. സിപിഎമ്മിന്റെ ബഹുജന അടിത്തറയും അണികളുടെ വിശ്വാസവും നഷ്ടമായതായാണ് വിലയിരുത്തൽ. മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും യോഗം ചേർന്ന് തീരുമാനമെടുക്കും. പ്രധാന ഘടകകക്ഷിയായ CPIയും ഇന്നലെ നേതൃയോഗം ചേർന്ന് തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തി. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വേണ്ടെന്ന അഭിപ്രായമാണ് നേതൃയോഗത്തിൽ ഉയർന്നത്. അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം തള്ളി. പ്രതിപക്ഷ നേതാവ് സ്ഥാനം തീരുമാനിക്കുന്നത് CPM ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിലടക്കം LDF യോഗം ചേർന്ന് തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.